വരികയാണ്. ചർച്ചകളിൽ എല്ലാ വിഷയങ്ങളും പരിഗണിക്കുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ പറയുന്നത്. ഏകപക്ഷീയമായ തീരുമാനം ഉണ്ടാകില്ല. അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കില്ല എന്നും സൂചനയുണ്ട്. PR സുനിൽ കൂടി വിവരങ്ങളുമായി. സുനിൽ, അപ്പോൾ അവസാനം ലഭിക്കുന്ന സൂചന എന്താണ്? എല്ലാ വശങ്ങളും എന്ന് പറയുമ്പോൾ ഏതിനാണ് മേൽക്കൈ എന്നതും പ്രധാനമാണല്ലോ. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിലെ നിലവിലെ നേതാക്കളെ വെച്ച് നോക്കുമ്പോൾ, തീരുമാനമെടുക്കാവുന്ന ബോഡിയിലുള്ള നേതാക്കളെ വെച്ച് നോക്കുമ്പോൾ അതിൽ പിന്തുണ KCക്കാണ് കൂടുതലുള്ളത്. ആ പിന്തുണ എങ്ങനെ ആർജിക്കുന്നു എന്നതിലും ഒരു തർക്കം അവിടെ നിൽക്കുന്നു. അപ്പുറത്ത് ഘടകകക്ഷികളെടുക്കുന്ന ഒരുമിച്ചുള്ള നിലപാട് അത് VD സതീശനൊപ്പവുമാണ്. ജനവികാരം എന്നതും VD സതീശനൊപ്പമാണ് എന്നുള്ള രൂപത്തിലുള്ള ആഖ്യാനങ്ങൾ വരുമ്പോൾ അപ്പോൾ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുക, ഏതാണ് അന്തിമമായി പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹൈക്കമാൻഡ് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? എന്താണ് അറിയാനാവുന്നത്? സ്മൃതി, അസാധാരണ സാഹചര്യം എന്ന് എല്ലാവരും വിലയിരുത്തുമ്പോൾ ഹൈക്കമാൻഡ് അങ്ങനെയല്ല കേരളത്തിലെ സാഹചര്യങ്ങളെ കാണുന്നത്. അസാധാരണ സാഹചര്യം എന്ന നിലയിൽ വിലയിരുത്തേണ്ടതില്ല. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ തന്നെ 5ഉം 10ഉം ദിവസം സമയമെടുത്താണ് മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ സംസ്ഥാനത്തും മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ ഒരു കീഴ്വഴക്കമുണ്ട്. അപ്പോഴും പൊതുവായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പരിഗണിച്ച് മാത്രമേ മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചിട്ടുള്ളൂ. ഏകപക്ഷീയമായി മുഖ്യമന്ത്രിമാരെ അടിച്ചേൽപ്പിക്കുന്ന തീരുമാനം ഒരു സംസ്ഥാനത്തും എടുത്തിട്ടില്ല എന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് എല്ലാ വശങ്ങളും എന്ന് പറയുമ്പോൾ MLA-മാരുടെ അഭിപ്രായം പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇതോടൊപ്പം ഉയർന്നു വരുന്ന പൊതുവികാരമുണ്ടെങ്കിൽ അതുകൂടി പരിഗണിക്കും. പ്രധാനപ്പെട്ട നേതാക്കളുടെ അഭിപ്രായം പരിഗണിക്കും. ഈ പാർട്ടിയുമായി ബന്ധമില്ലാത്ത പൊതുസമൂഹത്തിലുള്ള ആളുകളുടെ അഭിപ്രായം പരിഗണിക്കും. അതുപോലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, ഒരുപക്ഷെ AK ആന്റണിയെ പോലുള്ള നേതാക്കൾ, അവരുടെ അഭിപ്രായം പരിഗണിക്കും. അപ്പോൾ അവരുമായൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നൽകുന്ന വിവരം എന്ന് പറയുന്നത്. ഏതായാലും നേരത്തെയുള്ള സൂചന എന്നത് MLA-മാരുടെ തീരുമാനത്തിനൊപ്പം നിന്നുകൊണ്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനം പ്രഖ്യാപിക്കും എന്നതായിരുന്നുവെങ്കിൽ ഇപ്പോൾ എല്ലാ വശങ്ങളും പരിഗണിക്കുന്നു എന്നൊരു തരത്തിലേക്ക് ഹൈക്കമാൻഡ് മാറുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സാഹചര്യം തന്നെയാണ്. ഏതായാലും ഇന്ന് ഇപ്പോൾ മുൻ KPCC അധ്യക്ഷന്മാരുമായി ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം വേണമെങ്കിൽ ഏറ്റവും മുതിർന്ന AK ആന്റണിയെ പോലുള്ള നേതാക്കളെ ഒരുപക്ഷെ ടെലിഫോണിൽ വിളിച്ച് ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് കേരളത്തിന് അനുയോജ്യമായ, കേരളത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലൊരു തീരുമാനം പ്രഖ്യാപിക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികരിക്കുന്നത്. ഏതായാലും ചർച്ചകൾ നീണ്ടുപോയി എന്ന ചോദ്യത്തിന്, അല്ലെങ്കിൽ ചർച്ചകൾ ഇത്തരത്തിലൊരു അനിശ്ചിതത്വത്തിലേക്ക് പോയോ എന്ന ചോദ്യത്തിന്, എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്നതിന് ഇത്തരം ചർച്ചകൾ വേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ അത് കൂടുതൽ ചർച്ചകൾ നടക്കുന്നു. പക്ഷെ വൈകിയിട്ടില്ല, ഇനിയും സമയമുണ്ട് എന്നതാണ് ഹൈക്കമാൻഡ് നൽകുന്ന വിശദീകരണം. ശരി, ഹൈക്കമാൻഡ് ആ വിശദീകരണമാണ് നൽകുന്നത്. സുനിൽ, ഇപ്പോൾ ഇന്ന് തന്നെ തീരുമാനമുണ്ടാകും എന്ന രൂപത്തിലുള്ള വാർത്തകൾ വരികയാണ്. ഇന്നിപ്പോൾ വൈകിട്ടോടെ ആ പ്രഖ്യാപനത്തിലുള്ള സാധ്യത എത്രത്തോളം നമ്മൾ കാണുന്നു? കാരണം ഖാർഗെ ഇന്ന് വൈകിട്ടോടെയാണ് എത്തുക എന്നറിയുന്നു. അപ്പോൾ ഈ നേതാക്കളെയൊക്കെ വീണ്ടും ഖാർഗെയും കാണുമോ? അതോ രാഹുൽ ഈ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം രാഹുൽ ഗാന്ധി ഖാർഗെ ചർച്ചയാണോ നടക്കാനിരിക്കുന്നത്? അതിൽ സോണിയാഗാന്ധിയുടെയും പ്രിയങ്കയുടെയും നിലപാട് കൂടി എടുക്കുന്നു, അതിനുശേഷം തീരുമാനം, അങ്ങനെ ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപനം എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, സാധാരണ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെ തീരുമാനിക്കുന്ന ഹൈക്കമാൻഡാണ്. പക്ഷേ അത് പ്രഖ്യാപനം വരിക അത് CLP യോഗം വിളിച്ചു ചേർത്ത ശേഷം ആ യോഗത്തിലാണ് സാധാരണ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക. ഏതായാലും കേരളത്തിന്റെ സാഹചര്യത്തിലും അങ്ങനെ ഒരു പ്രഖ്യാപനത്തിന് തന്നെയായിരിക്കും സാധ്യത എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം ഇത്രയും സാഹചര്യങ്ങൾ വഷളായ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും